എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിംഗിൾ കമാൻഡ് യൂസ് ചെയ്ത് ഒരു സ്കെലിട്ടൺ കരാട്ടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കെലിട്ടൺ കരാട്ടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ com.xml ഫയൽ ഓൾറെഡി അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ കരാട്ടയിൽ ആവശ്യമായിട്ടുള്ള റെക്കമെൻഡ് ഡയറക്ടറി സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി മാനേജ്ഡ് ആയിരിക്കും. അതുപോലെ സാമ്പിൾ ടെസ്റ്റ് കേസുകളും JUnit 5 യൂസ് ചെയ്യാനുള്ള റണ്ണറും എല്ലാം ആ കരാട്ടെ സ്കെൽറ്റൺ പ്രൊജക്റ്റിനകത്ത് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ആ പ്രൊജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യാനുസരണം ഉള്ള APIയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് അത് ഹിറ്റ് ചെയ്ത് അസേർഷൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്കെൽറ്റൺ പ്രൊജക്റ്റ് ഒരു സിംഗിൾ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രീറെക്വസൈറ്റ് ആയിട്ട് വേണ്ടത് ജാവ വേർഷൻ 11+ ഉണ്ടായിരിക്കണം സിസ്റ്റത്തിൽ. അതുപോലെ മേവനും അവൈലബിൾ ആയിരിക്കണം നിങ്ങൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ. ഇതാണ് കമാൻഡ്. ഈ ഒരു സിംഗിൾ കമാൻഡ് യൂസ് ചെയ്ത് വിൻഡോസ് മെഷീനിൽ നമുക്ക് ഒരു സ്കെലിട്ടൺ ആയിട്ടുള്ള കരാട്ടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഡോക്യുമെൻറ്റിൽ നോട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഞാൻ വായിക്കാം. ഇൻ വിൻഡോസ് റീപ്ലേസ് / by caret symbol to use multi-line commands in command prompt. You can replace the values of com.mycompany and myproject as per your needs. Make sure GroupId and ArtifactId values are not containing any spaces. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് /caret സിമ്പിളുമായിട്ട് റീപ്ലേസ് ചെയ്യണമെന്നുള്ളതാണ്. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ ഈ കമാൻഡ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമേ നിങ്ങളെ കാണിക്കാം. ഞാൻ ഡോക്യുമെൻറ്റേഷൻ ലിങ്ക് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ലിങ്ക്. ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ കാരറ്റ് സിമ്പിൾ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, പകരം / ആണ്. അപ്പോൾ ഈ ഒരു കമാൻഡ് ലിനക്സിലും മാക്കിലും വർക്കാവും. പക്ഷേ വിൻഡോസിൻ്റെ കേസിൽ കമാൻഡ് പ്രോംപ്റ്റിൽ ഈ /നെ നമുക്ക് കാരറ്റ് സിമ്പിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. എങ്കിൽ മാത്രം മൾട്ടിലൈൻ കമാൻഡ്സ് കമാൻഡ് പ്രോംപ്റ്റിൽ വർക്കാവുള്ളൂ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുള്ള കമാൻഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം, ഞാൻ /ന് പകരം കാരറ്റ് സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കമൻറ്റിൽ ഗ്രൂപ്പ് വാല്യൂ com.mycompany എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അതുപോലെ ആർട്ടിഫാക്റ്റ് ഐഡിയും കൊടുക്കാം, രണ്ട് സെയിം ആയിട്ടും കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് ഐഡിയുടെ വാല്യൂ ആർട്ടിഫാക്റ്റ് ഐഡിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്പേസസ് അവോയ്ഡ് ചെയ്യണം. സ്പേസസ് കൊടുത്താൽ വർക്കാകുകയില്ല. അപ്പം ഞാനിവിടെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ / വിൻഡോസ് വർക്കാകാൻ വേണ്ടി കാരറ്റ് സിമ്പിളാക്കി മാത്രം മാറ്റി. ഇനി ഞാൻ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കമാൻഡ് കോപ്പി ചെയ്യുന്നു. ഇനി ഏത് ലൊക്കേഷനിലാണോ സ്കെലിട്ടനായിട്ടുള്ള കരാട്ടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷനിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കണം. ഞാൻ എക്ലിപ്സ് വർക്ക് സ്പേസിനകത്ത് ആണ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ആ ലൊക്കേഷനകത്താണ് ഈ കരാട്ടെ സ്കെലിട്ടൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ അഡ്രസ് ബാറിൽ CMD ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലൊക്കേഷൻ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആകും. അതിനുശേഷം ആ കമാൻഡ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. ഞാൻ പേസ്റ്റ് എനിവേ യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം, മൾട്ടിലൈൻ കമാൻഡായിട്ട് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് അത് പേസ്റ്റായി. ഇനി ഞാൻ എൻ്റർ ബട്ടനെ പ്രസ് ചെയ്യുവാണ്. ഇങ്ങനെ എൻ്റർ ബട്ടനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പ്രൊജക്റ്റ് തന്നെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഡിഫൈൻ വാല്യൂ ഫോർ പ്രോപ്പർട്ടി വേർഷൻ 1 സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വരും. അതിൽ നിങ്ങളൊരു വാല്യൂ കൊടുക്കും. ഞാൻ 1 എന്നൊരു വാല്യൂ കൊടുക്കുന്നു. അതിനുശേഷം ഗ്രൂപ്പ് ഐഡിയുടെ വാല്യൂവും ആർട്ടിഫാക്റ്റ് ഐഡിയുടെ വാല്യൂവും ഓക്കെ ആണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം Y എന്നുള്ള ലെറ്റർ കീബോർഡിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ബിൽഡ് സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് കരാട്ടയുടെ സ്കെലിട്ടൺ പ്രൊജക്റ്റ് ഈ ലൊക്കേഷനിൽ ജനറേറ്റ് ആയിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, മൈ പ്രൊജക്റ്റ് എന്ന പേരിൽ ഒരു കരാട്ടെ സ്കെലിട്ടൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പ്രൊജക്റ്റ് എക്ലിപ്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇമ്പോർട്ട് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എക്സിസ്റ്റിംഗ് മേവൻ പ്രൊജക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഇനി ആ പ്രൊജക്റ്റ് നമുക്ക് ബ്രൗസ് ചെയ്ത് കൊടുക്കണം. ബ്രൗസ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു, എക്ലിപ്സ് വർക്ക് സ്പേസിലേക്ക് പോയി. അതിനുശേഷം മൈ പ്രൊജക്റ്റ് എന്നുള്ള ഫോൾഡർ ചൂസ് ചെയ്തു. അതിനുശേഷം സെലക്ട് ഫോൾഡറെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്തു. ഇപ്പം ആ മെയിൻ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു മെയിൻ പ്രൊജക്റ്റ് എക്ലിപ്സ് ഐഡിയിലേക്ക് ഇമ്പോർട്ടായി. ഇതിൻ്റെ അകത്ത് സാമ്പിൾ ടെസ്റ്റ് കേസുകളും karate-config.js ഫയലും ലോഗിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലോഗ് ഫയലും എല്ലാം ബൈ ഡിഫോൾട്ട് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് അനുസരിച്ചുള്ള API ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്ത് നമുക്ക് API ടെസ്റ്റിങ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് pom.xml ഫയൽ പോയി ഡിപ്പെൻഡൻസികൾ മാനേജ് ചെയ്യുകയോ ഒന്നും വേണ്ട. എല്ലാം ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ സ്കെൽട്ടൺ പ്രൊജക്റ്റ് ചെയ്തോളും. ഈ pom.xml ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ Maven കമ്പൈലർ വേർഷൻ, karate വേർഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഓട്ടോമാറ്റിക്കലി എല്ലാം മാനേജ്ഡ് ആണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിൻ്റെ അകത്തെ ഒരു സാമ്പിൾ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. ഇത് റൺ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ വരും. ആ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ കരാട്ടയുടെ പ്ലേലിസ്റ്റിൽ 12ാമത്തെ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കവർ ചെയ്യുന്നില്ല. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ വീഡിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ എറർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ, അതിനുശേഷം ഈസി ആയിട്ട് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ എക്സാമ്പിൾസ് ടെസ്റ്റ് .java എന്നുള്ള അതിനകത്ത് പാരലൽ റണ്ണർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ് ചെയ്ത് ടെസ്റ്റ് കേസുകൾ പാരലായിട്ട് റൺ ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും എങ്ങനെയാണ് ഒരു സിംഗിൾ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് കരാട്ടെ സ്കെൽട്ടൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.